ഹലോ ഗൈസ്, നിങ്ങൾ തരി ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് ഇട്ടത്. ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തലശ്ശേരിക്കാർ കമന്റ് ചെയ്തോളി. ഞാൻ എൻ്റെ ഒരു ഇതിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത ബോൺലെസ് ചിക്കൻ ആണിത്. നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അധികം അങ്ങോട്ട് ഹാർഡായി പോകണ്ട. ഇനി സെയിം പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓൾ സ്പൈസസ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു സവാള ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ശകലം വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച ചിക്കനും മല്ലിയിലും പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കാം. ഗരം മസാല മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒന്ന് മൂടി വെച്ച് പൊടിയുടെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് വെച്ച റവയാണ് കേട്ടോ. ഏകദേശം 2.5 കപ്പോളം റവയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ചൂടുവെള്ളം ഉപ്പിട്ടത് കൂടെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മുഴുവനായി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അമർത്തി അവിടെ മൂടി വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാട്ടോ. എന്നിട്ട് കഴിക്കാൻ നേരത്ത് ഇതുപോലെ ചെകഞ്ഞെടുത്താൽ മതി. ഇത് ഉണ്ടാക്കുന്ന കറക്റ്റ് സ്റ്റൈൽ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇട്ട് ഉണ്ടാക്കിയത്. ഇതിന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പപ്പടം കൂടെ ഞാൻ കാച്ചിയിട്ടുണ്ട് കേട്ടോ. കാണുന്ന പോലെയല്ല, കിഡിലും ടേസ്റ്റ് ആണ് കേട്ടോ. ചിക്കൻ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമില്ല. ബീഫോ ചെമ്മീനോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ. ടാറ്റാ.